മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കെ.എം. ഷാജിയുടെ നിലപാടിപ്പം പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയാണ് ലീഗിനുള്ളിൽ തന്നെ ഉണ്ടാക്കുന്നത്. കാരണം പല അഭിപ്രായങ്ങളുള്ള നേതാക്കൾ ലീഗിനുള്ളിലുണ്ട്. ഇപ്പം പക്ഷേ എങ്കിലും കെ.എം. ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് എം.കെ. മുനീർ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയുന്നത് കുറച്ചും കൂടി സമവായ നിലപാടാണ്. യഥാർത്ഥത്തിൽ ഈ കെ.എം. ഷാജിയെ പോലുള്ളൊരു നേതാവും പാണക്കാട് തങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു അന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. ഇത് ലീഗിൽ മാത്രമല്ല UDFലും വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മുനമ്പത്ത് പോയി പ്രസംഗിച്ചപ്പോൾ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, അതുകൊണ്ട് നടപടി സ്വീകരിക്കരുത് എന്നാണ് UDF നിലപാട് എന്ന മട്ടിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിന് ഘടകവിരുദ്ധമായി പറഞ്ഞുകൊണ്ടാണ് ഷാജി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഷാജി പഴയ പോലെയല്ല. ഷാജിക്കെതിരായ കേസൊക്കെ റദ്ദ് ചെയ്യപ്പെട്ടു. ഷാജി കൂടുതൽ കരുത്തനായി. ലീഗിനുള്ളിൽ ഷാജിക്ക് കുറേ കൂടെ വലിയ ഇടം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷാജിയുടെ വാക്കുകൾക്ക് വലിയ തോതിൽ അവിടെ വില കിട്ടും, അതിന് വലിയ പിന്തുണയും കിട്ടും. ഇപ്പോൾ ഷാജി പറഞ്ഞത് ഈ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ സതീശൻ എന്താണ് കാര്യം എന്നാണ് ഷാജിയുടെ ചോദ്യം. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കേണ്ടത് VD സതീശനല്ല. വളരെ വ്യക്തമാണ്. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ, പുറത്തു നിന്ന് ആരും അഭിപ്രായം പറയാൻ വരണ്ട, മുസ്ലിം സമുദായത്തിന് അതിന് സംവിധാനമുണ്ട് എന്ന് തന്നെയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗിന് വലിയ പിന്തുണ കിട്ടുന്നത് സമസ്തയിൽ നിന്നാണ്. ഈ സമസ്തയിൽ തന്നെ ലീഗ് അനുകൂലികളുമുണ്ട്, ലീഗ് പ്രതികൂലികളുമുണ്ട്. ലീഗിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, എതിർക്കുന്നവരുമുണ്ട്. അതിൽ ലീഗിനെ എതിർക്കുന്ന വിഭാഗവും ലീഗ് അനുകൂലികളിൽ ഒരു വിഭാഗവും ഷാജിയുടെ കൂടെയാണ്. ഇവിടെ പാണക്കാട് തങ്ങൾ ഈ വിഷയം വന്ന് ഇത് വലിയൊരു എന്താ പറയണ്ടേ, സമൂഹത്തിൽ വലിയൊരു ധ്രുവീകരണത്തിന് വഴിവെക്കും, വലിയ തോതിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടാക്കും, സംഘർഷങ്ങൾ നടക്കും എന്നൊക്കെയുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക UDFനെയാണ്. UDFനാണല്ലോ ന്യൂനപക്ഷ വോട്ട് എപ്പോഴും കൂടുതൽ കിട്ടുന്നത്. ഒരു വശത്ത് ലീഗ്, മറുവശത്ത് കേരള കോൺഗ്രസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ സമുദായ പാർട്ടികൾ, സമുദായ സംഘടനകളെല്ലാം പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് UDFൻ്റെത്. അതിൽ ലീഗും അതായത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ രണ്ട് തട്ടിലാകുന്ന തരത്തിലാണ് വാസ്തവത്തിൽ ഈ മുനമ്പം പ്രശ്നം വന്നു ഭവിച്ചത്. അത് UDFനെയും കോൺഗ്രസിനെയും വലിയ തോതിൽ ബാധിച്ചു. അതാണ് അവസാനം അവർ നിക്കക്കള്ളിയില്ലാതെ അവർ ഈ നിയമസഭയിൽ വഖഫ് നിയമം ഭേദഗതി പ്രമേയം വന്നപ്പോൾ, അതിനെ എതിർത്തുകൊണ്ട് പ്രമേയം വന്നപ്പം അവരനുകൂലിച്ച് വോട്ട് ചെയ്തു, സർക്കാരിൻ്റെ കൂടെ ചേർന്നു, 140 MLA ഒരുമിച്ച് വോട്ട് ചെയ്തു. ഇതൊക്കെ സത്യമാണ്. പക്ഷേ വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും VD സതീശൻ്റെ നേതൃത്വത്തിൽ ഹൈബി ഈഡനെ പോലെയുള്ളവർ മുനമ്പത്ത് ചെല്ലുകയും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളൊന്നും ഭയപ്പെടണ്ട, നിങ്ങളെ ഇവിടുന്ന് ആരും കുടിയിറക്കില്ല എന്നവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അന്ന് അവിടെ നടത്തിയ പ്രസംഗത്തിലാണ് ഇത് വഖഫ് ഭൂമിയല്ല, ഫാറൂഖ് കോളേജ് വിറ്റതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സതീശൻ അവിടെ പറഞ്ഞത്. ഇത് പക്ഷേ ലീഗിലൊരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ പാണക്കാട് തങ്ങൾ അവിടുന്ന്, നമ്മുടെ ഇപ്പോഴത്തെ തങ്ങളുണ്ടല്ലോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഇവിടെ വരികയും പിന്നെ ബിഷപ്പുമാരെ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം വത്തിക്കാനിലും പോയിരിക്കുകയാണ് സർവ്വമത സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അദ്ദേഹം സൗഹൃദത്തിന് വലിയ വില കൊടുക്കുന്നയാളാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. എങ്കിലും അദ്ദേഹവും പറഞ്ഞു നമുക്ക് മുനമ്പത്തുകാരെ ഇവിടുന്ന് കുടിയിറക്കരുത്, സർക്കാർ ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണം, സർക്കാരിൻ്റെ കയ്യിലാണ് ഇതിരിക്കുന്നത്, സർക്കാരിന് തീരുമാനിക്കാം. സർക്കാർ വളരെ സമർത്ഥമായിട്ട് കളിച്ചില്ലേ. എന്താ, നിയമസഭയിൽ ലീഗ് പിന്നെ സബ്മിഷൻ കൊണ്ടുവന്നു, വഖഫ് ഭൂമി ഒരുപാട് സ്ഥലത്ത് അന്യാധീനപ്പെട്ടിരിക്കുകയാണ്, പലരും കയ്യേറിയിരിക്കുകയാണ്, ഇത് തിരിച്ചു പിടിക്കണം, അതിന് നിയമ നടപടി സ്വീകരിക്കണം എന്നും പറഞ്ഞ് ലീഗ് KPA മജീദൊക്കെ വലിയ കാര്യത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു. എന്ത് ചെയ്തു? CPM എന്താ ചെയ്തത്? ഇത് ഇങ്ങോട്ട് വന്ന ആയുധം എടുത്ത് തിരിച്ച് അതേപടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. നേരെ കൊണ്ടുപോയി വഖഫ് ചെയർമാനെ കൊണ്ട് മുനമ്പത്തുകാർക്ക് ഒരു നോട്ടീസ് അങ്ങ് അയപ്പിച്ചു. അവിടെ ഒരു 4-5 പേർക്ക് നോട്ടീസ് ചെയ്യുന്നു. എന്താ, ഈ ഭൂമി വഖഫിൻ്റേതാണ്, പെട്ടെന്ന് ഒഴിയണം, വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ ഇവിടുന്ന് ഒഴിയണം, നിങ്ങൾക്ക് ഇവിടെ യാതൊരു ഇതും ഇല്ല, അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് നോട്ടീസ് ചെയ്യുന്നു. ഇതാണല്ലോ വിഷയം ഇത്രയും വഷളാക്കിയത്. അപ്പോൾ തുടങ്ങി അതിൽ ഏറ്റവും കൂടുതൽ കൈനനയാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ഇവിടെ കോൺഗ്രസ്സിനെ വല്ലാതെ ഇത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കോൺഗ്രസ് ഇത് ആരുടെ കൂടെ നിൽക്കും? ലീഗിനെ പിണക്കാൻ പറ്റില്ല, മുസ്ലിങ്ങളെ പിണക്കാൻ പറ്റില്ല, ഇപ്പുറത്ത് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ചും ലത്തീൻ കത്തോലിക്കർ, അവരെ എങ്ങനെ പിണക്കും? ചെകുത്താനും കടലിനും ഇടയിൽ അകപ്പെട്ട അവസ്ഥയാണ് കോൺഗ്രസിൻ്റെത്. പക്ഷേ ഇതിപ്പോൾ ലീഗിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഇത് സമവായത്തിൽ എത്തിക്കാൻ കോൺഗ്രസ് വലിയ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാണക്കാട് തങ്ങൾ വരികയും ബിഷപ്പുമാരെ കണ്ട് സംസാരിക്കുകയും ഒരു അനുരഞ്ജന നീക്കം നടക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിന് പാര വെച്ചുകൊണ്ട് ലീഗിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായ ഒരു യുവ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു.
അദ്ദേഹം പറഞ്ഞു ഇത് വഖഫ് അല്ലെന്ന് പറയാൻ സതീശൻ എന്ത് കാര്യം, സതീശൻ എന്ത് അവകാശം? ഒരവകാശവുമില്ല. ഇത് വഖഫാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ ഇവിടെ വ്യവസ്ഥാപിതമായ വേറെ മാർഗങ്ങളുണ്ട്, അവരത് നോക്കിക്കൊള്ളും. ഫറൂഖ് കോളേജിന് ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ എന്ത് അവകാശം എന്നാണ് ഷാജി ചോദിക്കുന്നത്. ഷാജിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാവൂ. അതിന് കോൺഗ്രസും ലീഗിലെ ഒരു വിഭാഗവും തയ്യാറായേ പറ്റുള്ളൂ. ഇവിടെ പാർട്ടിയാവാൻ നോക്കണ്ടെന്നാണ് ചില അത് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഷാജി ഒറ്റയ്ക്കല്ല, ഷാജിയുടെ കൂടെ മുനീറുണ്ട്, ഷാജിയുടെ കൂടെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരായ ഒരുപാട് ലീഗുകാരുണ്ട്, സമസ്തയിലൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഷാജി കൂടുതൽ കരുത്തനാണ്. ഷാജിയെ നിഷേധിക്കാൻ പറ്റില്ല, ഷാജിയെ അവഗണിക്കാൻ പറ്റില്ല, ഷാജിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഷാജിക്ക് മറുപടി കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ എന്താ നിവർത്തിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് രംഗത്തിറങ്ങി. അദ്ദേഹം പറഞ്ഞു, തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടി നിലപാട്, ഇവിടെ ആരും വന്ന് പാർട്ടി ചമയാൻ നോക്കണ്ട, ഞാനാണ് പാർട്ടി എന്ന് ചമയാൻ ആരും നോക്കണ്ട, അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. പാർട്ടിക്കൊരു നിലപാടുണ്ട്, ആ നിലപാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വഖഫിൻ്റെ വിഷയം, മുനമ്പത്തെ വിഷയം എല്ലാം അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഈ സാമൂഹികമായ ഒരു ഐക്യത്തിനും സമാധാനത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്, വലിയ വില കൊടുക്കുന്ന ആളാണ്. പാണക്കാട് തങ്ങൾമാരെല്ലാവരും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്, അത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അനാവശ്യമായി പാർട്ടി ചമഞ്ഞ് സ്വന്തം അഭിപ്രായം കൈവച്ചിരുന്നാൽ മതി, അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് പാർട്ടി ചമഞ്ഞ് പറയാൻ നോക്കണ്ട എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമായിട്ട് മുനീറിനും ഷാജിക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പോരാ, ആ മറുപടി കൊണ്ട് തൃപ്തരാകില്ല അവർ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷാജി രംഗത്ത് വന്നിരിക്കുന്നത്. ഷാജിയുടെ ഈ നീക്കം ചെറുതല്ല. അതായത് ലീഗ് വാസ്തവം പറഞ്ഞാൽ ലീഗിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എപ്പോഴും ലീഗ് കുറച്ചൊക്കെ അഴിമതിയും ഇത് എന്താ പറയേണ്ട സ്വജനപക്ഷപാതവും ഒക്കെ ലീഗിൻ്റെ മേലെ ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിലും ലീഗ് ഒരു വലിയ തീവ്രവാദ പ്രസ്ഥാനമാണെന്നോ ഒരു ഭീകരവാദികളുടെ കൂടെയാണെന്നോ ദേശദ്രോഹികളുടെ കൂടെയാണെന്നോ ഒന്നും ഇതുവരെ ആരും, എതിരാളികൾ പോലും അങ്ങനെ ഒരു ആരോപണം ലീഗിനെതിരെ ഉന്നയിച്ചിട്ടില്ല. ലീഗ് കേരളത്തിൻ്റെ ഈ സാമൂഹിക അവസ്ഥയ്ക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അഭിപ്രായം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഷാജിയെ പോലെയുള്ളവർ ഈ നിലപാടുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിലെ അതിവൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താനും അവരെ കൂടെ നിർത്താനും വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ ലീഗ് വിരുദ്ധരായി മാറി ലീഗിനെതിരെ സഞ്ചരിക്കുന്നു എന്നൊരു തോന്നൽ വളരെ കാലമായിട്ട് ലീഗിനുള്ളിലുണ്ട്. പ്രത്യേകിച്ച് SDPI പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പോലെയുള്ളവർക്ക് സ്വാധീനം കൂടുന്നു. അവർ ചില പഞ്ചായത്തുകളിലെങ്കിലും വിജയിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതിയെ നിർണ്ണയിക്കാൻ അവരുടെ വോട്ട് കാരണമാകുന്നു. ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇത് പിടിച്ചെടുക്കാനും ഇത്തരക്കാരെയൊക്കെ കൂടെ നിർത്താനും ഒക്കെ ഷാജി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്, അത്ര വലിയ ഇതൊന്നുമല്ല. ഇതാണ് നമുക്കിതിനകത്ത് വായിച്ചെടുക്കേണ്ട കാര്യം. ഇപ്പോൾ ഷാജിയുടെ ഉദ്ദേശം ഈ തീവ്ര മുസ്ലിം നിലപാടുകളുള്ള ആൾക്കാരെ ഒപ്പം നിർത്തുക, അവരെ ലീഗിൻ്റെ തന്നെ പക്ഷത്ത് നിർത്തുക, അവരെ തങ്ങളുടെ കൂടെ നിർത്തുക. പ്രത്യേകിച്ചും അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്ത് CPM ആയിരിക്കും മുഖ്യ എതിരാളി, LDFൽ CPM ആയിരിക്കും മുഖ്യ എതിരാളി. അപ്പോൾ CPMനെ തോൽപ്പിച്ച് അവിടെ കയറി വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് ഒറ്റക്കെട്ടായിട്ട് തനിക്ക് വരണം. അതിൽ വിള്ളലുണ്ടായാൽ താൻ തോറ്റുപോകും. അത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മനസ്സിലായതാണ്. ചെറിയ വോട്ടിനെങ്കിലും താൻ തോറ്റുപോകും. അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവരുണ്ട്, അവരുടെ വോട്ടുണ്ട്, മുജാഹിദുകളുടെ വോട്ടുണ്ട്. ഇതെല്ലാം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും ഒക്കെ വോട്ടിന് പുറമേ ആണ് ഇതെല്ലാം കൂടെ ചേർന്ന് ഇതൊരു ചെറിയ സംഖ്യകൾ ചേർന്നൊരു വലിയ സംഖ്യയാവും എന്ന് പറഞ്ഞതുപോലെ പലതുള്ളി പെരുവെള്ളം. ഇത് പിടിച്ചെടുക്കാൻ ഷാജി ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതിൻ്റെ പുറകിലെ രാഷ്ട്രീയം അതാണ്. പക്ഷേ അത് സമൂഹത്തിൽ വലിയ ധ്രുവീകരണം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാണ്. ലീഗിനുള്ളിൽ തന്നെ അതൊരു വലിയ ധ്രുവീകരണം സൃഷ്ടിക്കും, UDFൽ അത് വലിയ വിള്ളലുണ്ടാക്കും ഒക്കെ. ഇതിൽ കുഞ്ഞാലിക്കുട്ടി എന്താണ് പ്രതികരിച്ചത്? കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും ലീഗിൻ്റെ അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് കൂട്ടായ ചർച്ച മുസ്ലിം സംഘടനകളുമായിട്ടെല്ലാം ചർച്ച ചെയ്താണ് ആ തീരുമാനം എടുത്തത്, അല്ലാതെ ലീഗ് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു, മുന്നോട്ട് പോവുകയും ചെയ്തു. ആ അവസരത്തിൽ ഈ പാർട്ടി ചമഞ്ഞ് ആരും അങ്ങനെ വരണ്ട, നിങ്ങളുടെ അഭിപ്രായം കൈ വെച്ചിരുന്നാൽ മതി എന്ന് വെച്ചാൽ നീ അധികം തുള്ളണ്ട, കൊഞ്ച്
ചാടിയാൽ ചട്ടിയോളം എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാതെ പറഞ്ഞത്. പക്ഷെ എക്കാലവും ലീഗിനുള്ളിൽ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ ചേരിയിലായിരുന്ന MK മുനീർ തീർച്ചയായിട്ടും ഒരു പുതിയ യുവ നേതാവ് മുന്നോട്ട് വന്നപ്പോൾ അയാൾക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു. അതാണ് ലീഗിനുള്ളിൽ സംഭവിച്ചത്. പറയും ഇതിൽ യഥാർത്ഥത്തിൽ ഈ മുനമ്പത്തിൽ ഇപ്പം ഷാജിയുടെ ഈ ഒരു നിലപാട് വഖഫ് ഭൂമിയാണെന്നാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാനസാന്തരപ്പെടുന്നുണ്ട്. നമ്മൾ മുനമ്പത്തെ അവിടെ കുടിയൊഴിക്കപ്പെടുന്ന ജനങ്ങൾക്കൊപ്പമാണ്, അതിൽ തന്നെയാണ് അത് ആ ഒരു വിഷയത്തിൽ തന്നെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഷാജി പറയുകയും ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇത് ബാലൻസ് ചെയ്യാനാണ്. UDF തകർക്കാൻ പാടില്ലല്ലോ. UDF എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷമാണ്, അതിനെ തകർക്കാൻ പാടില്ല. അതിനെ തകർത്താൽ അപ്പുറത്ത് BJP പിന്നെ എന്താ പറയേണ്ടത് കാത്തിരിക്കുകയാണ്. ആ UDF തകർച്ചയിൽ ആരാണോ ഇവരോട് എതിരാകുന്നത് ആ വിഭാഗത്തെ BJP പിടിച്ചുകൊണ്ട് പോകും. അവർ BJPക്കൊപ്പം പോവുകയും ചെയ്യും. എല്ലാവർക്കും നിലനിൽപ്പാണല്ലോ പ്രശ്നം. അങ്ങനെ UDF തകർന്നാൽ അത് BJP അതിൻ്റെ നേട്ടം കൊയ്താൽ വാസ്തവത്തിൽ ഈ ഭരണം നഷ്ടമാകും. ഇനി ഒരു തവണ കൂടെ പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ശക്തി അവർക്കില്ല, UDF അവർക്ക് എങ്ങനെയും ഭരണത്തിൽ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അത് UDF ശരി, കോൺഗ്രസ്സിനാണെങ്കിലും ശരി, മുസ്ലിം ലീഗിനാണെങ്കിലും ശരി, നിലനിൽപ്പ് വലിയ ചോദ്യം ചെയ്യപ്പെടും വലിയ തോതിൽ. അതുകൊണ്ട് അവിടെ എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മുനമ്പത്തുകാരെ നിങ്ങളെ ആരും കുടിയിറക്കില്ല കേട്ടോ, സംഭവം ഇത് ഞങ്ങളുടെ ഭൂമിയൊക്കെയാണ്, പക്ഷെ നിങ്ങളാരും കുടിയിറക്കില്ല, പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ കരണക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തിട്ട് അടുത്ത നിമിഷം അത് തടവി കൊടുക്കുക. ഇതാണ് രീതി. ഇതാണ് ഈ ഷാജി സ്വീകരിച്ചിരിക്കുന്നത്. ഷാജി മാത്രമല്ല, പൊതുവേ ഇത് വഖഫാണ്, ഇത് ഭൂമി പിടിച്ചെടുക്കണം എന്ന് പറയുന്ന നോട്ടീസ് അയച്ച വഖഫ് ബോർഡ് പോലും പറയും, ഒരു മേമ്പൊടിക്ക് പറയും, നിങ്ങളെ ആരും ഇറക്കി വിടത്തില്ല കേട്ടോ, നിങ്ങളെ കുടിയിറക്കുകയൊന്നുമില്ല, പേടിക്കണ്ട, ഞങ്ങളത് സർക്കാരുമായിട്ട് സംസാരിച്ച് സർക്കാരിനോട് ഞങ്ങൾ കേസ് നടത്തി അത് തീരുമാനിച്ചോളാം എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇവിടെ ഇപ്പോൾ ഈ ഷാജിയുടെ ഈ നിലപാട് ലീഗിനുള്ളിലെ കൃത്യമായ വേർതിരിവ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്താ, നിങ്ങൾ വഖഫിൻ്റെ വിഷയം ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാം, നിങ്ങളെ ആരും കുടിയിറക്കത്തില്ല, അത് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പം ഒരാൾ വഖഫിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നു, ഒരാൾ വഖഫിനെ പ്രതികൂലിച്ചുകൊണ്ട് പറയുന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, മുനമ്പത്തുകാർ അവിടെ നിന്ന് കുടിയിറങ്ങേണ്ടി വരുമോ അതോ അവിടെ തന്നെ അവർക്ക് താമസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് ഭാവിയിൽ നമുക്ക് കണ്ടറിയാം.